ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരുങ്ങിയിട്ടൊരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. വേറെ എവിടേക്കും അല്ല, നമ്മൾ താജ്മഹലിലേക്കാണ് പോകുന്നത്. ഓൾറെഡി പോകാനുള്ള ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റും ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ അങ്ങോട്ട് പോകുന്നത് വന്ദേ ഭാരതിലാണ് ഗൈസ്. വന്ദേ ഭാരത് എടുക്കുന്നത് 6:30-ക്കാണ്. നമ്മളൊരു 6 മണിയായപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. സോ വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ആഗ്രയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. അവിടെ ചെന്നിട്ട് അവിടുന്ന് ടാക്സി പിടിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളത്തേക്കുള്ള ഒരു ട്രെയിൻ കിടക്കുന്നത് കൊണ്ടുള്ളൊരു ആവേശമാണ് കേട്ടോ. പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. എന്തായാലും 2 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വന്ദേ ഭാരതിനകത്ത് കയറി. ട്രെയിൻ മൊത്തത്തിലൊരു ലുക്കൊക്കെ ഉണ്ട് ഗൈസ്. ഒരു വൈബുണ്ട്, കൊള്ളാം. പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതായതുകൊണ്ട് ചായ പോലും കുടിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കോഫിയും ഒരു ബിസ്ക്കറ്റും ഒക്കെ മേടിച്ച് കഴിച്ചു. എന്നിട്ട് നേരെ ട്രെയിൻ എടുത്തു. പിന്നെ നമ്മൾ അവിടെ എത്തുന്നത് വരെ ട്രെയിനിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ആഗ്രയിലെത്തിയിട്ട് നമ്മൾ ടാക്സി പിടിക്കായിരുന്നില്ല. അവിടെ ഇങ്ങനെ ഓരോ പാക്കേജ് വൈസ് ആൾക്കാർ ആഗ്ര ഫുൾ കൊണ്ടു നടക്കുന്ന ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ 2 സ്ഥലം, താജ്മഹലും പിന്നെ ആഗ്ര ഫോർട്ടും വരുന്ന ഒരു പാക്കേജ് എടുത്തു. അവർ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയത്. കണ്ടില്ലേ, ഫുഡ് ദോശയല്ല മസാല ദോശയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ അവർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ട് ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത് കേട്ടോ. എന്താണെങ്കിലും നമുക്കെന്തോ പാക്കേജ് എടുത്തത് കുറച്ച് വേർത്തായിട്ട് തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ ബൈക്കിലാണ് യൂണിറ്റിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ കയറുന്നിടത്തൊക്കെ കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് എന്തായാലും നമ്മൾ പാക്കേജ് എടുത്തത് കുറച്ച് വേർത്താണെന്ന് തോന്നി. അങ്ങനെ ലോകമഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിനെ നേരിട്ട് കണ്ടു. കൊള്ളാം. ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതൊക്കെ നോർമലി ഉള്ള കാര്യങ്ങളാണല്ലോ. പ്രഹസനം കാണിക്കുക എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മളും ഫോട്ടോയും വീഡിയോയൊക്കെ കുറേ എടുത്തു, പ്രഹസനമൊക്കെ കുറേ കാണിച്ചു. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ യമുന നദിയും താജ്മഹലും തമ്മിലുള്ള ഒരു ബ്യൂട്ടിയാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ അവിടെ നിന്ന് നേരെ താജ്മഹലിനുള്ളിൽ മ്യൂസിയത്തിനകത്ത് കയറി അത് കണ്ടു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതിനകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള തിരക്കാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കായി. നമ്മൾ ചെന്ന ടൈമെന്ന് പറയുന്നത് ഒരു 8-8:30 ടൈമായിരുന്നു. ഇപ്പോൾ വലിയ ആളുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മ്യൂസിയം കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ആഗ്ര ഫോർട്ടിലേക്കാണ് വന്നത്. ആഗ്ര ഫോർട്ടിലെത്തിയപ്പോൾ ശരിക്കും പെട്ടു. അവിടെ ടിക്കറ്റ് എടുക്കാൻ GPay എടുക്കില്ല, നമ്മുടെ കയ്യിൽ ലിക്വിഡ് മണി ഉണ്ടായിരുന്നതുമില്ല. പിന്നെ അവിടെ കണ്ട ആരെയോ കയ്യിൽ നമ്മൾ ക്യാഷ് GPay ചെയ്ത് കൊടുത്തിട്ട് ക്യാഷ് മേടിച്ചിട്ടാണ് ടിക്കറ്റ് എടുത്തത്. എന്താണെങ്കിലും അതും ഒരു രക്ഷയില്ലായിരുന്നു. അകം ഫുള്ള് കാണാൻ ആ ഒരു ഓൾ ഓവർ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. എത്ര കണ്ടിട്ടും മെയിൻലി കാഴ്ചകളൊന്നും കണ്ടിട്ട് തീരുന്നില്ല. അതായിരുന്നു പ്രശ്നം. മെയിൻലി ഫുഡ് കഴിക്കാൻ ടൈമായിരുന്നു. അതിൻ്റെ കൂടെ നമ്മളുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചൂട്, അതായിരുന്നു മെയിൻ പ്രശ്നം. വെള്ളവും ഇല്ല, ചൂടും, ഓൾറെഡി നല്ല രീതിയിൽ ടയേർഡായി. എങ്ങനെയെങ്കിലും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് തീർക്കായിരുന്നു. എത്ര കണ്ടിട്ടും തീരുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ എങ്ങനെയൊക്കെയോ ഓട്ടിച്ചിട്ട് നമ്മൾ കണ്ട് തീർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അധികം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തത് തന്നെ അത്ര പ്രോപ്പറായിട്ടൊന്നും അല്ല എടുത്തതും. അങ്ങനെ നമ്മൾ എന്താണെങ്കിലും ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു പോയത്. നമുക്ക് 3:30-ക്കായിരുന്നു ട്രെയിൻ. പക്ഷേ കറക്റ്റ് 3:30 ആയപ്പോഴാണ് ചെന്നത്. നമ്മൾ ഓടി പിടിച്ച് ട്രെയിനിലേക്ക് കയറിയായിരുന്നു.
എൻ്റെ പൊന്നോ, ട്രെയിനിലത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. നമ്മൾ സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തത്. ഞാൻ ആക്ച്വലി കേട്ടിട്ടേ ഉള്ളൂ നമ്മുടെ കേരളത്തിന് പുറത്ത് സ്ലീപ്പർ ജനറലിനേക്കാൾ കഷ്ടമാണ് എന്നുള്ളത്. അപ്പം ശരിക്കും അനുഭവിച്ചറിഞ്ഞു. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. ശരിക്കും പെട്ടു, അതായിരുന്നു അവസ്ഥ. പിന്നെ എങ്ങനെയോ ഒക്കെ ഓടിപ്പിടിച്ചിട്ടാണ് നമ്മൾ അങ്ങ് ഡൽഹിയിൽ എത്തിപ്പെട്ടത്. എങ്ങനെയോ എത്തിപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഡൽഹിയിലെത്തിയത്. പിന്നെ ഡൽഹിയിലെത്തിയിട്ട് നേരെ നമ്മളിവിടുന്ന് ബൈക്കെടുത്തിട്ട് യൂണിറ്റിലേക്ക് പോകുമായിരുന്നു. യൂണിറ്റിലേക്ക് ഏകദേശം ഒരു 1 hour ടൈമുണ്ട് ബൈക്കിൽ ട്രാവൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും. എന്താണെങ്കിലും ഇതൊരു ടണലാണ് കേട്ടോ. നല്ല രസമായിരുന്നു. കുറേ നേരം ഈ ഒരു ടണലിൽ കൂടെ നമ്മൾ ടു വീലറിൽ ഇങ്ങനെ പോയി. ഭയങ്കര വൈബായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും യൂണിറ്റൊക്കെ എത്താറാവുന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.